ആദ്യം തന്നെ കാണിക്കുന്നത് മുരളിയേട്ടൻ കുഞ്ഞുങ്ങളുണ്ടാകുന്നതിന് വേണ്ടി കവിളിൽ ശൂലം കുത്തുന്ന വഴിപാട് നടത്തിയിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് തന്നെ രജനിയുമുണ്ട്. അങ്ങനെ ശൂലം കുത്തിയിട്ട് മുരളിയും രജനിയും ഭിക്ഷ യാചിക്കാൻ ചെന്നിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് രാഹുലും ലക്ഷ്മിയും കൂടി വരികയാണ്. മുരളിക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല. എന്നാൽ മുരളിയേട്ടനെ കൊതിപ്പിച്ചുകൊണ്ടാണ് ലക്ഷ്മി ഒരു ജ്യൂസും കുടിച്ചുകൊണ്ടാണ് ലക്ഷ്മി അങ്ങോട്ട് വരുന്നത്. തുറന്ന് മുരളി പിന്നെ ഇവരോട് കുടിക്കാൻ വെള്ളം ചോദിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് രാഹുൽ പിന്നെ മുരളിയേട്ടനോട് പറയുന്നത് മുരളിയേട്ടന് ഇനിയൊന്നും കഴിക്കാൻ സാധിക്കില്ല, കഴിക്കാൻ മാത്രമല്ല കുടിക്കാനും സാധിക്കില്ല എന്ന് പറയുകയാണ്. എന്തെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ കവിളിലുള്ള ഓട്ടയിലൂടെ അതെല്ലാം പുറത്തേക്ക് വരുമെന്ന് പറയുകയാണ്. ഇതും പറഞ്ഞുകൊണ്ട് രാഹുൽ ലക്ഷ്മിയുടെ കയ്യിലുള്ള ജ്യൂസ് ബോട്ടിൽ വാങ്ങി രാഹുലും അത് കുടിക്കുകയാണ്. അങ്ങനെ അത് കണ്ട് കൊതിച്ചു നിൽക്കുകയാണ് മുരളിയും രജനിയും. എന്നാൽ ഈ സമയത്ത് അവിടെ വെച്ച് രജനി കുറുപ്പിനെയും വൈശാഖിനെയും കാണുകയാണ്. നടന്ന കാര്യങ്ങളെല്ലാം കുറുപ്പിനെയും വൈശാഖിനെയും രജനി അറിയിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കുറുപ്പ് വേഗം തന്നെ ഫോൺ എടുത്തിട്ട് ശാരദാമ്മയോട് സൂര്യനെയും ലക്ഷ്മിയും കുറിച്ചുള്ള അപവാദ കഥകളെല്ലാം പറയുകയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ലക്ഷ്മി അധികം വൈകാതെ തന്നെ ഗർഭിണിയാകുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ശാരദാമ്മയെ ഒന്ന് ഞെട്ടുകയാണ്. ഫോൺ വെച്ച ശേഷം രജനി കുറുപ്പങ്ങളുടെ വായിൽ നിന്ന് വന്ന ചെറിയൊരു കാര്യത്തിൽ കയറി പിടിക്കുകയാണ്. രാഹുലിൻ്റെ കുഞ്ഞിനെ ദൈവം വിചാരിച്ചാൽ പോലും കണ്ടെത്താൻ സാധിക്കില്ല എന്ന് അങ്കിൾ പറഞ്ഞല്ലോ, അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുക. രാഹുലിൻ്റെ കുഞ്ഞ് മരിച്ചു പോയില്ലേ, പിന്നെ എന്താണ് അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. സത്യം കുറുപ്പങ്ങളെ, രാഹുലിൻ്റെ കുഞ്ഞ് മരിച്ചോ അത് ജീവനോടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കുറുപ്പും വൈശാഖൊക്കെ ഞെട്ടി നിൽക്കുകയാണ്. ഒരിക്കൽ പപ്പി ആൻറ്റി ശാരദാമ്മയോടും ജാനകിയോടും പറയുന്നത് കുറുപ്പേട്ടൻ പറഞ്ഞ കാര്യം തന്നെയാണ്. സൂര്യൻ്റെയും ലക്ഷ്മിയുടെയും കുഞ്ഞിനെയും താലോലിക്കാൻ എനിക്ക് കൊതിയാകുന്നു എന്ന് പറയുകയാണ്. എന്നാൽ അതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ശാരദാമ്മയും ജാനകിയുമെല്ലാം.